ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിൽ നമ്മൾ ഒരു വീഡിയോയിൽ മാത്രമേ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നാലും സംശയങ്ങളൊക്കെ ഉള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് വിടുമ്പോൾ എല്ലാവർക്കും ഒരു 7-8 ദിവസങ്ങൾ കഴിയുമ്പോൾ കൂൺ ബെഡിൽ ബ്ലാക്ക് കളർ വരുന്നു, അല്ലെങ്കിൽ പച്ച കളർ വരുന്നു, അല്ലെങ്കിൽ ചായപ്പൊടി പോലെ ചെറിയ ചെറിയ തരി പോലെ വരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര സംശയങ്ങളായിട്ട് വിളിക്കാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വിടാറുണ്ട് കേട്ടോ. ഇതൊക്കെ തുടക്കക്കാരായ ഞാനിപ്പോഴും ചില ബെഡുകളിൽ നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൂൺ കൃഷി തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരു സംശയങ്ങളുടെ ഒരു മഹാസമ്മേളനം തന്നെയായിരിക്കും. നമ്മളിപ്പോൾ കൂൺ കൃഷിയിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും, അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്തെന്നും, അത് വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഒരു വീഡിയോ 1-2 വീഡിയോ കണ്ടിട്ട് അതിൽ നമ്മൾ തുടങ്ങാൻ ശ്രമിക്കരുത്. അതിനെക്കുറിച്ച് മൊത്തം ഒന്നല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന് പോവുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മൊത്തം നമ്മൾ ഓൺലൈനായാലും സെർച്ച് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ കുറേ വീഡിയോസ് കണ്ട് കിട്ടിയ ഒരു കുഞ്ഞ് ഐഡിയ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അത് എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ ആരും അങ്ങ് പുറത്ത് പറയാറില്ല. ഞാൻ തുടക്കം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കൂൺ ബെഡ് എടുത്ത് ഈ 2 ബെഡ് ഡെയിലി ഞാൻ ആവിയിലിട്ട് പുഴുങ്ങി 1 മണിക്കൂറിട്ട് ആവിയിലിട്ട് തിളപ്പിച്ച് പിന്നെ ആ ചൂടിൽ തന്നെ വെച്ച് ചൂടാറിയതിന് ശേഷം ടെറസിന് മുകളിലോട്ട് ബക്കറ്റിൽ കൊണ്ടിട്ട് നമ്മൾ ഷീറ്റിൻ്റെ മീതെ ഉണക്കാനിട്ട് ഒരു രാത്രി ആയാലും നമ്മൾക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം, എന്തെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ രാത്രി ആയാലും ഞാൻ ആ ഒരു പരിപാടി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നേച്ചു. പിന്നെ ബെഡിന് കംപ്ലൈൻറ്റുകളായി തുടങ്ങി. ഞാൻ അത്രയും ചെയ്തിട്ടും എൻ്റെ ബെഡ് കേടാവാൻ തുടങ്ങി, ബ്ലാക്ക് കളറിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ചതിൻ്റെ ബുദ്ധിമുട്ടാണ്, എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. പക്ഷേ ഇനി ഒരു ബെഡും ആർക്കും കംപ്ലൈൻ്റ് ആവില്ല. ഇതുപോലെ ചെയ്തോളൂ കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ വൈക്കോലിലൊക്കെ എന്തൊക്കെ അണുക്കളുണ്ടാവുന്നൊന്നും നമുക്കറിയില്ല. ഒരു കുട്ടി അണുക്കളുണ്ടെങ്കിൽ പോലും, നമ്മളുടെ കണ്ണിൽ കാണാത്ത അണുക്കളുണ്ടെങ്കിൽ പോലും നമ്മുടെ കൂൺ ബെഡ് കേടായി പോകും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ അണുക്കളെയൊക്കെ കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കൂൺ ബെഡിലേക്ക് നമ്മൾ ബെഡ് കെട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വൈക്കോല് തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ നശീകരണവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ബാവിസ്റ്റിനും ഫോർമാലിനും വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ വൈക്കോല് നനച്ചിടുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് പുഴുങ്ങി വേണേൽ എടുക്കാം. ഒത്തിരി കേടുണ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പുഴുങ്ങിയെടുക്കാം. എനിക്ക് ചെയ്തതിൽ ഇത്തിരിയും കൂടി നമ്മുടെ ബെഡുകൾ കേടാവാണ്ട് വരുന്നത് ഈ ഒരു കെമിക്കൽ പരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു ബെഡും കേടാവാണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു പക്ഷേ ബെഡുകൾ കുറച്ച് കേടാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ചിലപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നവരായിരിക്കില്ല, മിക്കവരും കെമിക്കലിലായിട്ട് ചെയ്യുന്നവരും ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ കെമിക്കലിലും ചെയ്ത് തുടങ്ങുന്നു. എനിക്ക് മുമ്പ് ഞാൻ ആവിയിൽ പുഴുങ്ങിയത് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. പക്ഷേ അതിൽ നമുക്ക് ബെഡുകൾ കേടാവുന്നത്, നമുക്ക് നഷ്ടങ്ങൾ വരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ രീതിയിലോട്ട് ഞാൻ കടന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൂൺ ബെഡ് കെട്ടാൻ ഉപയോഗിക്കുന്ന മാധ്യമം, വൈക്കോല്. നല്ല വൈക്കോല് നോക്കി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം ചെളിയുള്ളതോ അല്ലെങ്കിൽ നെൽക്കതിരുകളുള്ളതോ അങ്ങനത്തെ വൈക്കോലുകളൊന്നും എടുക്കാൻ ശ്രമിക്കരുത്. നല്ല ഗോൾഡൻ കളറായിട്ടുള്ള, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു വൈറ്റ് കളർ പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് നല്ലൊരു ഗോൾഡൻ കളറാണ് ഈ വൈക്കോൽ കേട്ടോ. നെൽക്കതിരുകളും ഇല്ല, ചെളികളില്ല. അപ്പോൾ ഇങ്ങനത്തെ വൈക്കോലുകൾ മാക്സിമം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫോർമാലിൻ കേട്ടോ. ഫോർമാലിൻ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം മാസ്ക് ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ 30 ലിറ്റർ വെള്ളത്തിലാണ് ഫോർമാലിൻ കലക്കാൻ പോകുന്നത് കേട്ടോ. 30 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 പാക്കറ്റ് ബെഡ് കെട്ടാനായിട്ട് സാധിക്കുന്നു. 6 ബെഡ് കെട്ടാൻ പറ്റും. 3 പാക്കറ്റ് CD കേട്ടോ. അപ്പോൾ ഫോർമാലിൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ
കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ബാവിസ്റ്റിൻ മാറി പോകുന്നുണ്ട്, സോറി. അപ്പോൾ ബാവിസ്റ്റിനും കൂടി നമ്മൾ 4 ഗ്രാം ഇട്ടതിന് ശേഷം ഒരു ഉണക്ക കമ്പ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മളുടെ വൈക്കോലിലുണ്ടാവുന്ന മറ്റുള്ള അണുക്കളെ ആയാലും വൈക്കോലിലുണ്ടാവുന്ന എല്ലാ അണുക്കളും ഈ ഒരു പരിപാടി വെച്ച് തന്നെ ഇല്ലാണ്ടാവും. നമ്മുടെ ബെഡിലുണ്ടാവുന്ന മഷിക്കൂണായാലും അല്ലെ ബെഡ് കേടായി പോകുന്നതും ഒക്കെ ഇതുകൊണ്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈക്കോലെല്ലാം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഷീറ്റിലെടുത്ത് നമുക്ക് എത്ര ബെഡ് വേണം, എത്ര വൈക്കോൽ വേണം എന്ന് ഞാൻ ബക്കറ്റിൽ, എനിക്കൊരു ബക്കറ്റിൽ 2 ബെഡ് ഞാൻ കെട്ടാൻ പറ്റും. അങ്ങനെ 3 ബക്കറ്റാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഷീറ്റിലാക്കി വെക്കുമ്പോൾ പിന്നെ വൈക്കോൽ അവിടെ ഇവിടെയും തെറിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഷീറ്റിലെടുത്തു. മാക്സിമം നമ്മൾ അത് മൊത്തം അതിൽ നിറച്ച് വെച്ചതിന് ശേഷം വെള്ളത്തിൽ ഇങ്ങനെ താന്ന് കിടക്കുന്ന രീതിയിൽ ഒരു കല്ലും കൂടി എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കല്ല് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഒന്ന് മൂടി കൊടുക്കാം. ഇനി 12 മണിക്കൂർ നമുക്കിതിനെ ഇങ്ങനെ കുതിരാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ 30 ലിറ്റർ വെള്ളത്തിൽ ഞാൻ 100 ലിറ്ററൊക്കെ എടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ വൈക്കോൽ നനക്കണം, അതനുസരിച്ച് ബെഡ് കെട്ടണം. ഞാൻ ഡെയിലി ഒരു 3 പാക്കറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം 2 പാക്കറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡെയിലി 3 പാക്കറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറില്ല കേട്ടോ, കൂൺ ബെഡ് ഞാൻ കെട്ടാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ കെട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി 3 ബെഡ് വീതം വെച്ച് കെട്ടുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ അളവിൽ എടുത്താൽ മതി. 30 ലിറ്റർ വെള്ളത്തിൽ 30 ലിറ്റർ വെള്ളത്തിൽ 30 ml ഫോർമാലിനും 4 ഗ്രാം ബാവിസ്റ്റിനും ചേർക്കാം കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ഫോർമാലിനൊന്നും കിട്ടുന്നില്ല, എനിക്ക് ആദ്യ കാലങ്ങളിൽ എനിക്ക് ഫോർമാലിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കിട്ടാത്ത സമയം നിങ്ങൾ ബാവിസ്റ്റിനും ബ്ലീച്ചിങ് പൗഡറും ചേർക്കാം. 100 ലിറ്റർ വെള്ളത്തിൽ 8 ഗ്രാം ബാവിസ്റ്റിനും 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഫോർമാലിൻ എന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഫോർമാലിൻ. അത് നമ്മളുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റെ ആവികൾ വരുമ്പോൾ കണ്ണിന് കേടാണ്. അപ്പോൾ നമ്മളധികം ശ്വസിക്കാണ്ട് മാസ്കൊക്കെ വെച്ച് നമ്മൾ ഫോർമാലിൻ യൂസ് ചെയ്യാൻ നോക്കുക. അതിൽ ഫോർമാലിൻ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ബാവിസ്റ്റിനും ബ്ലീച്ചിങ് പൗഡറും ചേർത്തിട്ട് ചെയ്യാം. അത് വൈക്കോലിലുണ്ടാകുന്ന അണുക്കളെ നശിപ്പിക്കാനായിട്ട് കഴിയും. നമ്മുടെ ബെഡുകളൊന്നും കേടാവാണ്ട് 100% സക്സസ് ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതെല്ലാം പുഴുങ്ങി ചെയ്യുന്നവർക്ക് ആവി പുഴുങ്ങി ചെയ്യാം, അതെല്ലാം കെമിക്കൽ വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.